എസ്എൻ ട്രസ്റ്റിന് കീഴിലുള്ള അധ്യാപക നിയമനത്തിന്റെ പേരിൽ 4 വർഷത്തിനിടെ വെള്ളാപ്പള്ളി നടേശൻ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. ആരോപണം തെളിയിക്കാൻ വി.എസിനെ വെല്ലുവിളിക്കുന്നതായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അതേസമയം കോഴ വാങ്ങിയത് തെളിയിച്ചാൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ മറുപടി. SNDPയുടെ കോട്ടയായ കണിച്ചുകുളങ്ങരയിലാണ് വി.എസ്. വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. എസ്എൻ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെ അധ്യാപക നിയമനത്തിന്റെ പേരിൽ 4 വർഷത്തിനിടയിൽ വെള്ളാപ്പള്ളി 100 കോടി രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. ഈ തുക എസ്എൻ ട്രസ്റ്റിന്റെ വരുമാനത്തിൽ പെടുത്തിയിട്ടുണ്ടോ എന്നും നികുതി നൽകിയിട്ടുണ്ടോ എന്നും ചോദിച്ച വി.എസ്. ശ്രീനാരായണയുടെങ്കിലും വെള്ളാപ്പള്ളി അത് വ്യക്തമാക്കണമെന്നും പറഞ്ഞു. കഴിഞ്ഞ 4 വർഷം മാത്രം 302 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് ഓരോ നിയമത്തിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തന്നെ 100 കോടി രൂപയെങ്കിലും വാങ്ങിയിട്ടുണ്ട്. കോഴയായി ആരോപണങ്ങൾ തെളിയിക്കാൻ വി.എസിനെ വെല്ലുവിളിക്കുന്നുവെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അദ്ദേഹത്തെ വെല്ലുവിളിക്കണം, നടന്നിട്ടും തെളിയിക്കട്ടെ. അദ്ദേഹം ആരോപണത്തിനുണ്ട് ആരോപണം. കാരണം ഇപ്പോൾ ദേശം മുഴുവൻ നടന്ന്, ഈ കേരളം മുഴുവൻ നടന്ന് ഗുരുവിനെ നിന്ദിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഏത്തയിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും. കോഴ വാങ്ങിയെന്ന് തെളിഞ്ഞാൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ തുഷാർ വെള്ളാപ്പള്ളി പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത വി.എസിന്റെ വാക്കുകൾ മറുപടി അർഹിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ബാങ്കിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും അങ്ങനെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചാൽ അന്ന് ഈ സംഘടനാ പ്രവർത്തനം നിർത്താം. ഞങ്ങളൊക്കെ അത്യാവശ്യം വ്യവസായം കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാ. ഈ പറയുന്ന വി.എസ്. ജീവിക്കാനുള്ള ചെലവ് എവിടുന്നാ ഉണ്ടാവുന്നത്? അങ്ങനെ ചുമ്മാ പറഞ്ഞ് അങ്ങോട്ട് പോരുത്. ഇതോടുകൂടി വാക്പോരുകൾക്കുമപ്പുറം ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് CPM പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.